വാളെടുക്കുന്നവൻ വാളാൽ എന്നൊരു ചൊല്ലുണ്ട്. ഇടുക്കിയിലെ കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിന്റെ കാര്യത്തിൽ ഇതേതാണ്ട് ശരിയാണ്. നിരവധി കേസുകൾ പ്രതിയായ സാജനെ കൊന്ന് പായയിൽ പൊതിഞ്ഞ് മൂലമറ്റത്തിന് സമീപം തേക്കിൻകൂപ്പിലെ കാട്ടിൽ തള്ളുകയായിരുന്നു. ഈ കേസിൽ 8 പേർ പിടിയിലായി. പ്രതികൾ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് അരുംകൊലയുടെ ചുരുളഴിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിന്റെ മൃതദേഹം കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 8-അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. മൂലമറ്റം സ്വദേശികളായ ഷാരോൺ ബേബി, രാഹുൽ, മനോജ്, വിഷ്ണുരാജു, പ്രിൻസ്, അശ്വിൻ കണ്ണൻ, ഷിജു, രാഹുൽ ജയൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വാഗമൺ പോലീസ് പിടികൂടി കാഞ്ഞാർ പോലീസിന് കൈമാറുകയായിരുന്നു. മൂലമറ്റത്ത് നിന്ന് വാഗമൺ വഴി കട്ടപ്പനയിലേക്ക് KSRTC ബസ്സിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. പ്രതികളെല്ലാം യുവാക്കളാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും സൂചനയുണ്ട്. കൊലയ്ക്ക് ശേഷം മൃതദേഹം മൂലമറ്റത്ത് കൊണ്ടുവന്നിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സാജനൊപ്പം മദ്യപിക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പ്രതികൾ നൽകിയ മൊഴി. അതേസമയം സാജൻ സാമുവലിനെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ നിർണായകമായത് ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ്. പ്രതികൾ സാജന്റെ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് അരുംകൊലയുടെ ചുരുളഴിച്ചത്. ഇവര് സാധനങ്ങൾ കയറ്റിയപ്പോൾ പുറകിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സംശയം തോന്നി. നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് കാട്ടുപന്നി ഇറച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, ഇത് ഇവിടെ ഇട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കയറ്റിക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. നമ്മളെ നിർബന്ധിച്ച് പോസ്റ്റ് ചെയ്ത് ചായ കുടിക്കാൻ കൊണ്ടുപോയി. നമ്മൾ ആ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഇത് വണ്ടി കയറ്റി വെച്ചത്. അതിനുശേഷം തിരിച്ച് മൂലമറ്റം റൂട്ടിലേക്ക് ഇവർ ആവശ്യപ്പെട്ട ആ റൂട്ടിലേക്ക് നമ്മൾ ചെന്നു. മൂലമറ്റം ടൗൺ എത്തിയപ്പോൾ അവിടെ 2 പേർ ഇറങ്ങി. അതിനുശേഷം ബാക്കിയുള്ളവരെ ഇവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ വെട്ടത്തിൽ ഒരു മുടി പോലെ നമുക്ക് തോന്നുകയും ചെയ്തു, ചെറിയൊരു മുടി പോലെ. അപ്പോൾ അത് പന്നിയുടെ രോമമാണോ മുടിയാണോ എന്ന് നമുക്ക് വ്യക്തമായില്ല. അതിനുശേഷം നമ്മൾ നേരെ വന്നു. അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു. നേരെ വന്ന് വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ കയറി. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാര്യം വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോൾ പപ്പയാണ് പോലീസിൽ അറിയിച്ചത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. 2018 കോതമംഗലത്തെ ബാറിൽ ഉണ്ടായ അടിപിടിക്കൊടുവിൽ വലിയപാറ പാറപ്പുറത്ത് ബിനു ചാക്കോയെ കൊലപ്പെടുത്തിയ കേസിൽ സാജൻ പ്രതിയാണ്. നാട്ടുകാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയതിനും തോക്കുപയോഗിച്ച് വെടിയുതിർത്തതിനും സ്ത്രീകളെ അപമാനിച്ചതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ന്യൂസ് 18 ഇടുക്കി.